ഹലോ, എഡിക്സ് സ്ക്രീനിൽ ഒരാളെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. കുറേ ആൾക്കാർ ട്യൂട്ടോറിയൽ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കാൻ വിചാരിക്കും. ഞാൻ എൻ്റെ രീതിയിലാണ് കാണിക്കുന്നത്, എനിക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഈ ഫാമിലി ഫോട്ടോയിലേക്ക് അടുത്ത ഫോട്ടോയിൽ കാണിക്കുന്ന വൈറ്റ് ഷർട്ടിലുള്ള ആളെ ഇതിലോട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളൊരു വർക്കായിരുന്നു, അപ്പോൾ വീണ്ടും കാണിക്കാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. അപ്പോൾ ബിഗ് സ്ക്രീനിൽ പോയിട്ട് അങ്ങനെ പ്ലസ് ബട്ടൺ ഞെക്കിയിട്ട് അതിലുള്ള ഏതെങ്കിലും ഒരു പേജ് എടുക്കാം. എന്നിട്ട് അതിൽ ക്യാമറയുടെ ഓപ്ഷൻ വരുന്നുണ്ട്, അതെടുത്തിട്ട് ഗ്യാലറിയിൽ പോയിട്ട് നമ്മൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം, അതവിടെ വരും. നെക്സ്റ്റ് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ പോയിട്ട് ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊണ്ടുപോകുന്ന പോലെ തന്നെ നമ്മളവിടെ ലെയറിൻ്റെ അവിടെ ക്യാമറയുടെ ഒരു ബട്ടൺ ചിഹ്നം കാണാൻ പറ്റും. അത് തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആവശ്യമുള്ള ഫോട്ടോയിലേക്ക് സെലക്ട് ചെയ്തെടുക്കണം. ഇനി ആ വൈറ്റ് ഷർട്ട് ഇട്ടിട്ടുള്ള ആളെ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട. അപ്പോൾ ആളെ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ലാസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആ ആൾ നിൽക്കുന്ന ലെയർ മാത്രമാണ് ആവശ്യം, മറ്റേ ലെയർ നമ്മൾ ഹൈഡ് ചെയ്യണം. അതിന് ചെറിയൊരു ഓപ്ഷൻ ഉണ്ട് കണ്ണിൻ്റെ, അതൊന്ന് ഓഫ് ആക്കിയിട്ടാൽ മതി. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ലാസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ടൂളുണ്ട്. ആ ടൂൾ എടുത്തിട്ട് നമ്മൾ ഈ ആളെ അവിടെ നിർത്തിയിട്ട് ബാക്കി, അതായത് ബാക്ക്ഗ്രൗണ്ട് മൊത്തം നമ്മൾ സ്കെച്ച് ചെയ്തെടുക്കണം ഫുള്ളായിട്ട്. അതായത് ആ ആളെ അവിടെ നിർത്തിയിട്ട് ആളിലേക്ക് ഒരിക്കലും ആ കട്ടിങ് വരാൻ പാടില്ല. അതിൻ്റെ പുറമെ ഭാഗത്തേക്ക് മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം ബാക്ക്ഗ്രൗണ്ട് ഫുള്ളായിട്ട്. എടുത്തതിന് ശേഷം മുകളിലൊരു ഓപ്ഷൻ കാണാം, അതിൽ തൊട്ടിട്ട് കട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം സെലക്ഷൻ ആയി കിടക്കുന്നുണ്ടാവും, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതേ ഓപ്ഷനിൽ പോയിട്ട് റിമൂവ് സെലക്ഷൻ ഏരിയ എന്നുള്ളത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെലക്ഷൻ റിമൂവ് ആയിട്ട് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ലെയറിൽ പോയിട്ടിട്ട് ആളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് വലുതാക്കാനും ചെറുതാക്കാനൊക്കെ പറ്റും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്, അത് തൊട്ടിട്ട് ആൾക്ക് എത്ര വലുപ്പം വേണമെന്ന് വെച്ചാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി നിൽക്കുന്ന ആ ഫോട്ടോയിലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ആളുടെ ബാക്കിലും വേണം. അപ്പോൾ എന്ത് ചെയ്യണം, ആ ലാസോന്ന് എടുത്തിട്ടുള്ള ടൂൾ എടുത്തിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെയറിൽ പോയിട്ട് ആ ലെയർ, അതായത് ബാക്ക്ഗ്രൗണ്ട് മാത്രം സെലക്ട് ചെയ്യുന്നില്ലേ, അത് കുറച്ച് വലുതാക്കാം. എന്നിട്ട് അതായത് ആൾ നിൽക്കുന്ന ലെയറിൻ്റെ തൊട്ട് താഴെയായിട്ട് വെച്ച് കൊടുക്കണം ഈ ലെയർ. അപ്പം അത് സൂം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാക്ക്ഗ്രൗണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് ഈ താഴോട്ടേക്ക് കുറച്ച് വലിക്കണം. അപ്പോൾ സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് കുറച്ച് വലുതാക്കി അതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് താഴോട്ടേക്ക് കൊടുക്കാം. ഇതേപോലെ ചെയ്യണം. സ്മഡ്ജ് ടൂൾ ഇതേപോലെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റില്ല, ഇങ്ങനെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യുമ്പോൾ ഏത് ലെയറിലാണ് ചെയ്യുന്നത് ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ടൂൾ വർക്കാവുള്ളൂ. കൈയുടെ ഭാഗം കുറച്ച് കട്ടായിട്ടുണ്ട്, അത് ആ ലേസ് ഒന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ ഉപയോഗിച്ചിട്ട് എവിടെ വരെ വേണമെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് വീണ്ടും അവിടേക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ സെലക്ട് ചെയ്ത ആ ഏരിയയിലോട്ടേക്ക് അത് സ്മഡ്ജ് ആയിട്ട് വരും. ഞാനിവിടെ ഒരാളുടെ കൈയുടെ പാടുണ്ട്, അപ്പോൾ എന്ത് ചെയ്യണം, ലാസർ ടൂൾ ഉപയോഗിച്ചിട്ട് അത് ഒഴിവാക്കേണ്ട ഭാഗം മാത്രം കുറച്ചും കൂടെ നീട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് ആ സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ചിട്ട് പുറത്തോട്ടേക്ക്, അത് ആ ലെയറിൽ തന്നെ ആവണം, ആ ലെയറിൽ തന്നെ ആയാലുള്ളത് പോവുക. സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ചിട്ട് സ്മഡ്ജ് ചെയ്തെടുത്ത് അത് അവിടെ പോയി കിട്ടും. ആൻഡ് നമ്മൾ കട്ട് ചെയ്തപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അത് പോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇറേസർ ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മായ്ച്ചെടുക്കണം. അതായത് കട്ട് ചെയ്ത എല്ലാ ഭാഗത്തും മായ്ച്ചെടുക്കണം, എന്നാലേ കുറച്ച് സ്മൂത്ത് ആയിട്ട് കിട്ടുള്ളൂ. എല്ലാ സൈഡും മായ്ച്ചെടുക്കാം. ഇനി വീണ്ടും സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് ആ ഫാമിലി നിൽക്കുന്ന ആ ലെയറിൽ പോയിട്ട് മുകളിലത്തെ ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ സ്മഡ്ജ് ചെയ്തെടുക്കുക. എല്ലാ ഫോട്ടോസിലും ഇതേപോലെ സ്മഡ്ജ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, ചില ഫോട്ടോസിൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അതിന് മാച്ചിങ് ആയിട്ടുള്ള സാധനം തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൽ കുറച്ച് സ്മഡ്ജ് ചെയ്യാം, പ്രശ്നമായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് സ്മഡ്ജ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം ബ്ലർ ചെയ്താൽ മതി കേട്ടോ. ബ്ലർ ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ട്, എന്നിട്ട് ആ സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് ബ്ലർ ചെയ്യുന്ന ഇതുപോലെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബെറ്റർ ആവും. അതിന് ബാക്കി ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യാം, സ്മഡ്ജ് ടൂൾ എടുത്തിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതായത് അതിൻ്റെ കപ്പാസിറ്റി കുറച്ചിട്ട് വേണം സ്മഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ആൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതായത് വലുതാക്കണോ ചെറുതാക്കണോ എന്നൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിന് നമുക്ക് ഈ ഫ്രെയിം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്തുള്ള ലാസ്റ്റ് ഓപ്ഷൻ ക്യാൻവാസ് എടുത്തിട്ട് അതിൽ ട്രിം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കാം. എത്ര കട്ട് ചെയ്യണം നോക്കിയിട്ട് ജസ്റ്റ് നമ്മൾ ട്രിം ചെയ്തെടുക്കുക, സാധാ ഫോട്ടോസൊക്കെ ട്രിം ചെയ്യുന്ന പോലെ. ഇത് സിമ്പിളായിട്ടുള്ള ഒരാളെ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ട് കാണിച്ചത്. ശരിക്കും ഒരുപാട് ലെങ്തിയാണ്, ചെയ്യുമ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഫുള്ള് വീഡിയോ എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇത് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാം, നല്ലോണം മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം കാണാം.